ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ചക്കര മുട്ടായി എങ്ങനെ ഉണ്ടാക്കാം. ചക്കര മുട്ടായി എന്ന് പറഞ്ഞാൽ ജിലേബി. എല്ലാവരും കേട്ടിട്ടുണ്ടോ? ജിലേബി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഒന്ന് നോക്കാം നമുക്ക്. ഞങ്ങളെ നാട്ടിൽ ഇന്ന് ലൈവ് ജിലേബി വിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്ത് വിടുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിട്ടോ. ജിലേബി ഉണ്ടാക്കുന്നത് നോക്കി. നല്ല കറക്കൊക്കെ, നല്ല വെറൈറ്റിയിൽ ഇങ്ങനെയാണ് ജിലേബി ഉണ്ടാക്കുന്നത്. ഇങ്ങനെയാണ്, കണ്ടോ? അയ്യപ്പാ പൊളിച്ച. അപ്പോൾ അത് ഒന്നിൽ തീർന്ന് വീണ്ടും രണ്ടാമത് നമ്മൾ നിറക്കുകയാണ്, ജാറ് നിറക്കുകയാണ്. നിറച്ച് വീണ്ടും അതേമാതിരി ഫുള്ള് എണ്ണ ഫുള്ളാക്കും. പെട്ടെന്നുള്ള പരിപാടിയാട്ടോ അതൊക്കെ. ജിലേബി പെട്ടെന്നാക്കാം. അയ്യവ, ഇതാണ് ഇങ്ങനെയാണ് കറക്കി ഇടുന്നത്. അപ്പൊ അങ്ങനെ ചട്ടി നിറഞ്ഞു ഗൈസ്, അല്ലേ? ഇനി ഒരു മിനിറ്റ് 2 മിനിറ്റോ ഇത് തിളച്ച എണ്ണയിൽ നിൽക്കും. അപ്പോൾ ഏകദേശമായി. ഇനി അതെടുത്ത് നമ്മളെ ശർക്കര കലക്കി വെച്ചിട്ടുണ്ട് അപ്പുറത്ത്, കണ്ടില്ലേ? അപ്പോൾ അതിലേക്ക് ഇനി തട്ടും. അതിലേക്ക് തട്ടിയെടുത്താൽ സൂപ്പറാവും. ഒന്ന് മറിച്ചിട്ട്, എല്ലാം ഒന്ന് മറിച്ചിട്ട് കേട്ടോ. ഇനി എടുത്ത് ശർക്കര കലക്കി വെച്ചതിലേക്ക് ഇടാൻ പോവാണ്. ഇതാ കണ്ടോളി, ഇതിലേക്ക് ഇട്ടു. അതിലേക്ക് മുക്കി താഴ്ത്തി, ജിലേബിനൊക്കെ അതിൽ ശർക്കരയിലേക്ക് മുക്കി താഴ്ത്തി. ഇനി അതിന് എടുക്കുകയാണ്. പക്ഷെ ജിലേബി റെഡിയായി. ഇത്ര പണിയേ ഉള്ളൂ ജിലേബി ഉണ്ടാക്കാൻ. ജിലേബി റെഡി. നല്ല അടിപൊളി ജിലേബി. ഇനി പാത്രത്തിലേക്ക് തട്ടുന്നു. അത് കഴിഞ്ഞ് ചില്ല് കൂടിലേക്ക് കയറ്റുന്നു. അയ്യവാ, ചില്ല് കൂടിലേക്ക് തട്ടാണ് കേട്ടോ. ഇങ്ങനെ റൗണ്ടിൽ വെക്കും. പിന്നെ പഞ്ചസാരൻ്റെ ജിലേബി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാരൻ്റെ ഇതേമാതിരി തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പഞ്ചസാരൻ്റെ ജിലേബി അവിടെ ആയിട്ടുണ്ട്. നമ്മളറിയുന്ന കൈയാണ് കേട്ടോ. റൗണ്ടിൽ വെച്ച് ഇത് ഫുള്ളാക്കും. പഞ്ചസാരൻ്റെ ജിലേബി കുറച്ചുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത്. ഓക്കെ.